നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിയും കറുപ്പും തമ്മിലുള്ള പോരാട്ടം അവസാനിക്കുന്നില്ല. കരിങ്കൊടിയാണേലും കറുത്ത ഷർട്ടാണേലും കറുപ്പാണോ അത് വേണ്ട. ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രിയുടെ കറുപ്പ് വിരോധത്തെ പരിഹസിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യനെ പേടിച്ച് ഇപ്പോൾ കറുത്ത കാക്ക പോലും പറക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരിഹാസം. ഇതിനു മുൻപ് പല മന്ത്രിമാർക്കും ഭരണകൂടങ്ങൾക്കും കരിങ്കൊടി കിട്ടിയിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കരിങ്കൊടി കിട്ടിയ സർക്കാർ എന്നാൽ കൂടെ പിണറായി സർക്കാർ കൊണ്ടുപോകുമോ എന്നാണ് ഇപ്പോൾ കേരള ജനതയുടെ സംശയം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് 140 മണ്ഡലങ്ങളും സന്ദർശിക്കുന്ന മുഖ്യമന്ത്രിയും കൂട്ടർക്കും മുക്കിലും മൂലയിലും വരെ കരിങ്കൊടി കിട്ടുകയാണ്. യൂത്ത് കോൺഗ്രസ് കരിങ്കൊടി കാണിക്കുന്നു, പോലീസ് അടിക്കുന്നു, ഓടിക്കുന്നു. ഈ ചടങ്ങാണ് ഇപ്പോൾ മാധ്യമങ്ങൾ തുറന്നാൽ കാണാൻ കഴിയുക. കരിങ്കൊടിയാണെന്ന് കരുതി ശബരിമലയിൽ പോകാൻ മാലയിട്ട സ്വാമിയെ വരെ പിടിച്ചുകൊണ്ടു പോവുകയാണ്. പാവം അയ്യപ്പ ഭക്തന്മാർക്ക് പോലും ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം സ്നേഹാലയത്തിൽ അഗതികൾക്ക് നൽകാനായി പൊതിച്ചോറ് ശേഖരിക്കാൻ റോഡിൽ നിന്ന പഞ്ചായത്ത് അംഗത്തെ കറുത്ത ഷർട്ട് ധരിച്ചെന്ന പേരിൽ വാകത്താനം പോലീസ് അറസ്റ്റ് ചെയ്തതായി പരാതി കിട്ടിയിരുന്നു. നവകേരള സദസ്സിന് ചങ്ങനാശ്ശേരിയിലേക്ക് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നു പോകുന്നതിന് മുൻപാണ് വാകത്താനം പഞ്ചായത്ത് 18ാം വാർഡ് മെമ്പർ അജി പാറപ്പാട്ടിനെ അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ റോഡിൽ കൂടി കറുത്ത കൊടിയുമായി എത്തിയ ഗൃഹനാഥനെയും 2 അതിഥി തൊഴിലാളികളെയും പോലീസ് തടഞ്ഞതായും പരാതിയുണ്ട്. വീടിനടുത്ത് സുഹൃത്തുമായി സംസാരിച്ചു നിൽക്കവെയാണ് അജിയെ വാകത്താനം പോലീസ് എത്തി ചോദ്യം ചെയ്തത്. പിന്നാലെ കറുകച്ചാൽ പോലീസ് സംഘവും എത്തി. കറുത്ത ഷർട്ടിട്ട് പ്രതിഷേധിക്കാനാണോ എന്ന് ചോദിച്ച പോലീസ് ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്നും പോലീസ് വാഹനത്തിൽ കയറണമെന്നും അജിയോട് ആവശ്യപ്പെട്ടു. താൻ ക്രിമിനൽ കുറ്റം ചെയ്തിട്ടില്ലല്ലോ എന്നും ചോദിച്ച അജിയെ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ജീപ്പിൽ കയറ്റി വാകത്താനം പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി കടന്നുപോയ ശേഷം ഒപ്പിട്ട ശേഷം പൊയ്ക്കൊള്ളാൻ പോലീസ് പറഞ്ഞെങ്കിലും പോകുന്നില്ലെന്നും റിമാൻഡ് ചെയ്യണമെന്നും അജി ആവശ്യപ്പെട്ടതോടെ പോലീസും വെട്ടിലായി. വാഹനത്തിൽ കയറ്റി സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോയി വിടണമെന്ന് അജി ആവശ്യപ്പെട്ടതോടെ പുല്ലുകാട്ടുപടിയിൽ തിരികെ കൊണ്ട് എത്തിക്കുകയായിരുന്നു. എന്നാൽ പിന്നെ മുഖ്യമന്ത്രിക്ക് കറുപ്പ് അലർജിയാണെങ്കിൽ പെൻഷൻ കിട്ടാത്തതിൽ തന്റെ കറുത്ത അടിവസ്ത്രം കാണിച്ച മറിയക്കുട്ടിയമ്മയും മുഖ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു. എല്ലായിടത്തും കറുപ്പ് കൊടി വീശി തങ്ങളുടെ ഭാഗം യൂത്ത് കോൺഗ്രസും ക്ലീനാക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി ചതുർത്ഥിയായി തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. നയതന്ത്ര ബാഗ് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിന്റെ കാലം മുതൽക്കേ കറുപ്പ് കണ്ടാൽ മുഖ്യമന്ത്രിക്ക് ഹാലളകം. ഇനി കരിങ്കൊടി കാണിക്കുന്നവർക്കും കാണിക്കാൻ ഉദ്ദേശമുള്ളവർക്കുമായി പറയാം, ഈ കരിങ്കൊടി കാണിച്ചാൽ എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നതെന്ന് അറിയാമോ? കരിങ്കൊടി കാണിച്ചാൽ IPC 144, 145 വകുപ്പുകൾ പ്രകാരമുള്ള കേസാണ് പോലീസ് ചുമത്താറുള്ളത്. നിയമവിരുദ്ധമായി സംഘം ചേരലിനാണ് കേസെടുക്കുന്നത്. 2 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റമാണിത്. അതേസമയം വഴി തടഞ്ഞും വാഹനത്തിന്റെ മുന്നിലേക്ക് ചാടിയുമാണ് കരിങ്കൊടി വീശി പ്രതിഷേധം രേഖപ്പെടുത്തുന്നതെങ്കിൽ വകുപ്പ് മാറും. IPC 341 ആവും ചുമത്തുക. മറ്റൊരു വ്യക്തിയെ തടഞ്ഞു വെക്കുന്നതിനുള്ള ശിക്ഷയാണിത്. 1 മാസം വരെ തടവോ 500 രൂപ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണിത്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ IPC 151 കൂടി ചുമത്തിയേക്കാം. IPC 151 കൂടി ചുമത്തിയേക്കാം. പൊതുസമാധാനം തകർക്കാൻ സംഘം ചേരുന്നതിന് ചുമത്തുന്ന വകുപ്പാണിത്. അങ്ങനെ ഇപ്പോ വന്ന് കറുപ്പ് ഡ്രസ് ഇടാൻ പോലും കേരളത്തിൽ പറ്റാത്ത അവസ്ഥയായി. ഇനിയിപ്പോ പുതുവർഷത്തിൽ LDF സർക്കാരിന്റെ വക പുതിയ കറുപ്പ് നിരോധന പ്രഖ്യാപനവും നിരോധന ജാഥയും ഉണ്ടാകുമെന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക്, കൊച്ചി.